പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ തിരുനാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2014 എന്ന വർഷത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നാം എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ദൈവം നമ്മെ ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദയ, പരിപാലനം, ദൈവത്തിന് നമ്മെപ്പറ്റി വിചാരങ്ങൾ, ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, ഇവയ്ക്കെല്ലാമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ ദൈവം വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ കൂടെ എന്നെയും വഴി നടത്തി ഈ സന്ധ്യയ്ക്ക് നമുക്ക് ഒരുമിച്ചായിരിക്കാനും ഈ ആണ്ടൃതി യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവത്തിൻ്റെ ധ്യാനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് വ്യക്തിപരമായി വളരെ അധികം അറിയാവുന്ന ആളുകളാണ് ഈ സഭയിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഇയർ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളോട് എന്ത് പറയണമെന്ന് വളരെ താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാനും എനിക്കിടയായി തീർന്നു. അതുകൊണ്ട് മറ്റു മീറ്റിങ്ങുകളിൽ ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പ്രസംഗിക്കുന്നത് എന്നല്ല അർത്ഥമാക്കിയത്. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ സാധാരണ ന്യൂ ഇയറിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി ധാരാളം മെസ്സേജസ് എൻ്റെ മനസ്സിൽ കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാധാരണ ന്യൂ ഇയർ മെസ്സേജ് പ്രസംഗിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂതും ആലോചനയും ഇന്ന് രാത്രി നിങ്ങളോട് പറയണമെന്നും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നിങ്ങളുടെ നിർമ്മല മനസാക്ഷിയെ ഒന്നുകൂടെ പരിശോധിക്കാൻ ഇടയാക്കണമെന്നും നിങ്ങളുടെ വിശ്വാസം ഒരിക്കൽ കൂടി ദൈവത്തിൽ അല്പം കൂടെ വർദ്ധിപ്പിക്കണമെന്നും കഴിഞ്ഞ വർഷം നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നതിനേക്കാൾ ഒരു ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ അടുത്ത വർഷം നിങ്ങൾ മുൻപോട്ട് പോകണമെന്നും അതിലുപരി 2014 നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും ഭാരങ്ങളും 2015 നിങ്ങൾക്ക് തുടർന്ന് അനുഭവിക്കേണ്ടി വരരുത് എന്നും ഉള്ള പ്രാർത്ഥനയുടെ ഫലമായി ദൈവം വളരെ ശക്തിയായി ഒരു ദൂത് 2015 നിങ്ങൾക്ക് തരണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ തയ്യാറാക്കുന്നതിനും ദൈവം ഇടയാക്കി തീർത്തു. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ വളരെയധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ വേദപുസ്തകം നാം മനസ്സിലാക്കേണ്ട ധാരാളം സന്ദേശങ്ങൾ, ധാരാളം ദൂതുകൾ നിറഞ്ഞതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അധികം പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ള ദൂത് ഏതാണ്? The most repeated message in the entire Bible ഏതാണ്? അതാണ് എന്നെ ചിന്തിപ്പിച്ച ചിന്ത. And what could be the very first message in the Bible? വേദപുസ്തകം പറയുന്ന ആദ്യത്തെ മെസ്സേജ്, ആദ്യത്തെ ദൂത് എന്തായിരിക്കാം? And what could be the strongest message in the word of God? ദൈവജനത്തിൽ ഏറ്റവും ശക്തമായ സന്ദേശം ഏതായിരിക്കാം? ഞാൻ വളരെ ആഴമായി ചിന്തിച്ചു. ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിച്ച് കൊണ്ടുപോയ ഒരു ഒറ്റ വാക്കിലേക്കാണ്. അതിനാധാരമായ ഒരു വാക്യം വായിച്ചിട്ട് നമ്മുടെ ദൈവജന ധ്യാനം തുടങ്ങാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ ആയതുകൊണ്ട് മലയാളത്തിൽ വേദപുസ്തകം ഉള്ളവർ ദയവായി കൊണ്ട് ഉറക്കെ വായിച്ചെന്നെ സഹായിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതിനുശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അടിമകൾക്കായി പ്രതിഫലവുമാകുന്നു. മതി. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സന്ദേശം ഫിയർ നോട്ട്, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അനേക ആളുകൾ വേദപുസ്തകം പഠിച്ചിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. എനിക്കറിയത്തില്ല ഏതൊക്കെ ഭാഗത്താണെന്ന്. അത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെയാണ് വേദപുസ്തകം പഠിച്ച് ധാരാളം ആളുകൾ പറയുന്നത്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, ആണ്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദിവസവും ദൈവമക്കളോട് ദൈവത്തിൻ്റെ സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശം നീ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഹല്ലേലൂയ.
മാത്രമല്ല ഓരോ കാലഘട്ടം ആരംഭിക്കുമ്പോഴും ആ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ, ആ യുഗത്തിന്റെ ആരംഭത്തിൽ ദൈവം എന്ന് പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ദാസനായ അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ കൊടുക്കാൻ പോവുകയാണ്. വാഗ്ദത്ത യുഗം ആരംഭിക്കുകയാണ്. വാഗ്ദത്ത യുഗത്തിന്റെ ആരംഭത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ ഭയപ്പെടേണ്ട എന്നാണ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് 400 വർഷത്തെ ഒരു നിശബ്ദ കാലഘട്ടമുണ്ട്. 400 വർഷം ദൈവം ഒന്നും സംസാരിച്ചിട്ടില്ല, ആരും ദൈവശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ദൈവശബ്ദം വൃദ്ധനായ സക്കറിയ പുരോഹിതനോട് ദൈവം പറയുകയാണ്, സക്കറിയാവേ ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ. 2014 അവസാനം 2015 തുടങ്ങുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവശബ്ദം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്നുള്ള വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭയപ്പെടേണ്ട എന്ന് നിന്നോട് പറയുന്നതിന് മുൻപ് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, നിന്റെ പിന്നിൽ നീ ഇതുവരെ കണ്ട ചില കാര്യങ്ങൾ ഇനി തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഇനി തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയത് ദൈവം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പുതിയത് ദൈവം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന ദൂത്, നിങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത വിശ്വാസത്തിന്റെ അളവിൽ ഏറ്റെടുത്തുകൊള്ളണം. കാരണം ദൈവവചനം മുൻപ് കേട്ടപ്പോൾ കേട്ടവരുള്ളത് വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് അവരോട് സംസാരിച്ച ദൂതിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, അങ്ങ് അരുളി ചെയ്ത അങ്ങയുടെ തിരുമൊഴികൾ, അങ്ങനോട് അരുളി ചെയ്യുന്ന അങ്ങയുടെ ഹൃദ്യമായ ആലോചനകൾ, അങ്ങിന്ന് രാത്രി എന്നോട് തൊട്ട് സംസാരിക്കുന്ന അങ്ങയുടെ തിരുവിഷ്ടങ്ങൾ, എൻ്റെ അവിശ്വാസം കാരണം, എൻ്റെ വിശ്വാസത്തിന്റെ കുറവ് കാരണം എനിക്കത് ലഭിക്കാതെ എൻ്റെ ജീവിതത്തിൽ നന്മയായി ഭവിക്കാതെ പോകരുതേ എന്ന് ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ, ദൈവം അങ്ങനെ പറയുന്ന ചില സാഹചര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ ദാസനായ അബ്രഹാം താൻ ജനിച്ചു വളർന്ന വീടും തൻ്റെ നാടും തൻ്റെ വീട്ടുകാരെയും ചാർച്ചക്കാരെയും സകലതും വിട്ട് തൻ്റെ അല്ലാത്ത വേറൊരു അന്യദേശത്ത് വന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിലുണ്ടായി. അബ്രഹാം പ്രവാസി എന്ന് പറയത്തക്ക രീതിയിൽ അന്യദേശത്ത് വന്ന് താമസിക്കേണ്ട ഒരു സ്ഥിതി അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. തൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നോക്കിയാൽ അവർ പറയും, ഇയാൾക്ക് ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇവിടെ താമസിച്ചാൽ പോരായിരുന്നു? എല്ലാവരും കനാൻ ദേശത്ത് പോയാണ് താമസിക്കുന്നത്. അവരോട് ജനിച്ചു വളർന്ന നാട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ട് എല്ലാവരും ജീവിക്കുന്നില്ലയോ? പക്ഷെ അബ്രഹാമിനറിയാം തന്നെ മാറ്റി താമസിപ്പിച്ച ദൈവമാണെന്ന്. അല്ലല്ലേ, തന്നെ മാറ്റി താമസിപ്പിച്ച ദൈവമാണെന്ന്. പക്ഷെ അന്യദേശത്ത് ചെന്ന് പാർത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില വെല്ലുവിളികളുണ്ടായി. അതിലേറ്റവും മാരകരമായ വെല്ലുവിളി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് തനിക്ക് മനസ്സിലായി. നിയമപരമായ ചില കുരുക്കുകളിൽ ചെന്ന് താൽപ്പെട്ടു. അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് കഴിയാതിരുന്ന ചില കാര്യങ്ങൾ താൻ ചെയ്തു. 2, തന്നേക്കാൾ ഒരുപാട് പ്രബലനായിരുന്ന അശൂർ രാജാക്കന്മാരെ ഓടിച്ചിട്ട് തോൽപ്പിച്ചതാണ്. ഇനി അടുത്ത സ്ഥിതി എന്താകും?
തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകാൻ പോവുകയാണ്. താൻ വന്ന് താമസിക്കുന്ന രാജ്യം തനിക്കിനി അനുകൂലമാകത്തില്ല. ശത്രുക്കൾ വന്നാൽ, അശൂർ വന്നാൽ താൻ ആക്രമിക്കപ്പെടും, പിടിക്കപ്പെടും. തൻ്റെ ജീവിതം വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിലായപ്പോ ജീവിതത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നം നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് മനസ്സിലായി, ഇവൻ അന്യദേശത്ത് വന്ന് പാർക്കുന്നതിന്റെ കാരണക്കാരൻ ഇവനല്ല, ഞാനാണ് എന്ന്. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കും ദൈവമേ, ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെ ഇറക്കി വിട്ടിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ ഒഴിഞ്ഞു കളയുന്ന ഒരു ദൈവമല്ല നിന്നെ വിളിച്ചിറക്കിയ ദൈവമേ. ഹല്ലേലൂയ. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെ ഇറക്കി വിട്ടിട്ട് ഇനി നീ തന്നെ പരിഹരിച്ചോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. ദൈവം തീരുമാനിച്ചു, എൻ്റെ ദാസനായ അബ്രഹാമിനെ ഇറങ്ങി വന്ന് സംസാരിച്ച് ഉറപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇറങ്ങി വന്ന അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഹല്ലേലൂയ, അബ്രഹാമേ എന്ന് വിളിച്ചു. അബ്രഹാമിനോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട എന്നാണ്. അതിന്റെ മൂലഭാഷയിൽ അൽ ധിര അബ്രാം എന്നാണ്. അൽ ധിര അബ്രാം. എന്താ അതിന്റെ അർത്ഥം? അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? അൽ എന്ന വാക്കിന്റെ അർത്ഥം നോ, വേണ്ട, വേണ്ട, വേണ്ട. രണ്ടാമത്തെ അർത്ഥം ഓവർ, ഓൺ ടോപ്പ് ഓഫ്, മുകളിലായി എന്നാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് മീനിങ്. അതിന് മുകളിലായി. ധിര എന്ന് പറഞ്ഞാൽ ഫിയർ അല്ലെങ്കിൽ ഭയപ്പെടുക എന്നാണ്. അൽ ധിര അബ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അബ്രഹാമേ, നിന്നെ ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, നിന്നെ ഭയപ്പെടുന്ന ചില സംഗതികൾ നിന്റെ ജീവിതത്തിനെതിരായി എഴുന്നേറ്റ് വരുന്നത് നീ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്നെ ഭയപ്പെടുത്തുന്നതെന്ന്, നിന്നെ നശിപ്പിക്കുന്നതെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങളിലേക്ക് നീ നോക്കാതെ, ഹല്ലേലൂയ, അതിന്റെ മുകളിലേക്ക് നീ ഒന്ന് നോക്കിയാൽ, അബ്രഹാമേ, നിന്നെ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ മുകളിൽ ഞാനുണ്ട് എന്ന കാര്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? നിന്നെ ഭയപ്പെടുത്തുമെന്ന് നീ ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മുകളിൽ ഒരാളിരിപ്പുണ്ട്. ആരായിരിക്കുന്നത്? ഞാനായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാ അങ്ങ് അതിന്റെ മുണ്ടക്കിരിക്കുന്നത്? എന്നെ ഭയപ്പെടുന്ന വിഷയങ്ങളുടെ മുകളിൽ എന്തിനാ അംഗീകരിക്കുന്നത്? ദൈവത്തിന് മറുപടി, അതും എൻ്റെ നിയന്ത്രണത്തിലാണ്, അതും എൻ്റെ നിയന്ത്രണത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിന് മുമ്പിൽ വിസ്താരത്തിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് നമ്മുടെ കർത്താവിനോട് ചോദിച്ചു, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? നിന്നെ ക്രൂശിക്കുന്നതിനും നിന്നെ വെറുതെ വിട്ടയക്കുന്നതിനും ഉള്ള അധികാരം, പവർ എനിക്കുണ്ടെന്ന് നിനക്കറിയത്തില്ലയോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീലാത്തോസിന് പറഞ്ഞു, മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ ഒരധികാരവുമില്ല. ഹല്ലേലൂയ. രാത്രി നീ കേൾക്കുന്ന ദൈവമേ, നിന്നെ ഭയപ്പെടുത്തുന്ന സകല വിഷയങ്ങളും നിന്റെ കർത്താവിന്റെ അധികാരത്തിന്റെ കീഴിലിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുന്ന സകല വിഷയങ്ങളും നിന്റെ കർത്താവിന്റെ അധികാരത്തിന്റെ കീഴിലിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നങ്ങളോട് നോക്കി ഒരു കാര്യം പറയണം, ഞാൻ നിന്നെ ഭയപ്പെടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാത്തത്? നിനക്ക് എൻ്റെ മേൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ പിതാവ് അനുവദിച്ചിട്ടല്ലാതെ നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. 2014 വീണ്ടും 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 ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചത് പ്രശ്നമേ നിനക്കതിന് കഴിയുന്നത് കൊണ്ടല്ല. എന്തുകൊണ്ട്? എൻ്റെ സ്വർഗീയ പിതാവ് നിനക്കൊരു അധികാരം തന്നിട്ടാണ്. ഹല്ലേലൂയ. എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ കഴിയത്തില്ല. എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചതിനപ്പുറം
Glory, hallelujah. എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചതിനപ്പുറം ഒരു പ്രശ്നവും 2015 എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. 2015 മുഴുവനും ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാൻ പോകുന്നില്ല. മറിച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന എൻ്റെ കർത്താവിനെ 2015 മുഴുവൻ ഞാൻ കാണാൻ പോകുന്നത് പ്രശ്നങ്ങളെ അല്ല, പ്രശ്നങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവയെ നിയന്ത്രിക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. That is the first situation. ദൈവം എന്തുകൊണ്ടാ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? നിന്നെ ഭയപ്പെടുന്ന സകല വിഷയങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട്, ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ട്, ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും 2015 നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ഇന്ന് സന്ധ്യാസമയം വിശ്വസിക്കാൻ കഴിയും. ദൈവമക്കൾ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. That is the first situation. ഇതാണ് ഭയപ്പെടേണ്ട ദൈവം പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്ന രണ്ടാമത്തെ കാര്യം ഉണ്ടെന്നറിയാമോ? ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. റീസൺ പറയാണെന്താ? നീ എന്നോടുകൂടെ ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇത് ദൈവത്തിന്റെ രണ്ടാമത്തെ റീസൺ കേട്ടോണം. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഈ കാര്യം ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയുന്നത്, ഗുരുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലൊരു ദൂത് നിങ്ങൾ എഴുതിയിട്ടണം. എന്നറിയാമോ? 2015 എന്നെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയവും, ഹല്ലേലൂയ, എന്നെ ഭയപ്പെടുന്ന ഒരു വിഷയവും, ഒരു കാര്യവും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർക്കുവാൻ എൻ്റെ ദൈവം എന്നെ തനിയെ വിടത്തില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ റീസൺ എന്താണ്? ദൈവത്തിന്റെ റീസൺ എന്താ? ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ കടന്നു പോകുന്ന ഇതിലേ ആയിരിക്കും, ഞാൻ കടന്നു പോകുന്ന ഇതിലേ ആയിരിക്കും കൂരിരുളിന്റെ താഴ്വര, മരണനിഴലിന്റെ താഴ്വര, അവ്യക്തതയുടെ താഴ്വര. ഹല്ലേലൂയ. ഈ താഴ്വരയുടെ നടുവിൽ എനിക്കൊരു ശബ്ദമുണ്ട്. എന്തോ എന്നോട് പറയുന്ന ശബ്ദം, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. ഈ താഴ്വരയിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ പോവുക. 2014 ഈ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നുപോയ വർഷമാണ് എങ്കിൽ, ഹല്ലേലൂയ, അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. രാത്രി ദൈവത്തോട് പറയുമോ, 2014 എനിക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സകല വിഷയങ്ങളിൽ, ഗ്ലോറി, ഹല്ലേലൂയ, 2014 ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സകല വിഷയങ്ങളിൽ, in every little thing I was not able to get a comfort, consolation. ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സകല വിഷയങ്ങൾക്കും ഭയപ്പെടേണ്ട എന്ന അങ്ങയുടെ വാക്ക്
ഇന്ന് രാത്രി ആരതിയിടണം. ഹല്ലേലൂയ. 2015 should be a year of consolation. 2015 എനിക്ക് കൺസലേഷന്റെ, എനിക്ക് ആശ്വാസത്തിന്റെ വർഷമാക്കി തീർക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മറുപടി എന്തെന്നറിയാമോ? ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ അനാഥരായി, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ സഖറിയ പുരോഹിതൻ ദീർഘവർഷങ്ങളായി ദൈവത്തെ സേവിക്കുകയും മറുപടിയില്ലാത്ത പ്രാർത്ഥനാ വിഷയം മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. Gospel according to Luke. Gospel according to Luke chapter 1. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചാൽ. Verse number 13. അവനോട് പറഞ്ഞത്, സഖറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. That's fine. The aged man Zechariah. Hallelujah. വയസ്സനായ സഖറിയാവ് ദീർഘവർഷങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോഴും മറുപടിയില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ, മറുപടി ലഭിച്ചില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തേങ്ങലായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ സഖറിയ വിചാരിച്ചു കാണും, enough is enough. Enough is enough. I will have to live the rest of my life without getting an answer from God. Hallelujah. Nevertheless, I am going to continue the ministry. I am going to continue the service that I have started for the Lord. ദീർഘവർഷങ്ങൾ മറുപടിയില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സേവിക്കാൻ പോവുക. ഇന്ന് രാത്രി ഞാനൊരു ചലഞ്ച്, ഒരു വെല്ലുവിളിയുടെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. കഴിഞ്ഞ അനേക നാളുകളായി മറുപടിയില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ മനസ്സിന്റെ അടിത്തട്ടിൽ കടന്ന് നിനക്ക് ഭാരമായി ഉരുണ്ട് കയറുമ്പോഴും ഇന്ന് രാത്രി നിന്റെ തീരുമാനം എന്തുവാ? 2015 എൻ്റെ ദൈവത്തെ സേവിച്ചതിനേക്കാളും അധികമായി. ഗ്ലോറി, ഹല്ലേലൂയ. 2015 എൻ്റെ ദൈവത്തെ സേവിച്ചതിനേക്കാളും അധികമായി. 2015 14 സേവിച്ചതിനേക്കാൾ അധികം എൻ്റെ ദൈവത്തെ സേവിക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചാൽ, ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മറുപടി ഇന്ന് രാത്രി പറയാനുണ്ട്. മറുപടി ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്തിനാ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിനൊരു കാര്യമേ ഉള്ളൂ. സഖറിയാവേ, ഇനിയൊരു മറുപടി ഇല്ല, ഇനിയൊരു പരിഹാരമില്ല, ഇനിയൊരു വിടുതലില്ല, ഇതിൽ നിന്നൊരു ഉദ്ധാരണമില്ല എന്ന് നീ പോലും ചിന്തിച്ച നിന്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ഇന്ന് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി വ്യാപരിക്കാൻ പോയാണ്. ഹല്ലേലൂയ. ദൈവം അയക്കുന്ന മറുപടിയുടെ ശക്തി, ദൈവം അയക്കുന്ന ദൈവത്തിന്റെ ഉത്തരത്തിന്റെ ശക്തി, ദൈവം അയക്കുന്ന മറുപടിയുടെ ശക്തി. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ സഖറിയാവേ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ പോവുക. ഹല്ലേലൂയ. ദൈവം സഖറിയാവിനോട്, സഖറിയാവേ, 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 ഭയപ്പെടരുത്.
എന്തിനാ ദൈവം വീണ്ടും 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 ഭയപ്പെടരുത് 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 പറയുന്നതിന് കാരണം ഹല്ലേലൂയ. സാത്താൻ ഒരു കാര്യം അറിയാം, നിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച മുഴുവൻ ദൈവപ്രവൃത്തിയും തകർത്ത് കളയാൻ ഒറ്റ കാര്യം കൊണ്ട് കഴിയും. ഏതൊറ്റ കാര്യം? നീ ഭയപ്പെടുക. ഹല്ലേലൂയ. ദൈവം വൻ കാര്യങ്ങളാണ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ മുഴുവൻ തകർത്ത് കളയാൻ ആർക്ക് കഴിയും? പിശാച് കൊണ്ടിരുന്ന ഭയത്തിന് നീ അടിമപ്പെട്ടാൽ. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഏതാ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. ഏതാ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു? ദൈവത്തിന് എപ്പോഴാണ് മനുഷ്യൽ പ്രവർത്തിക്കാൻ കഴിയാത്തത്? ദൈവത്തിന് മനുഷ്യൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് മനുഷ്യൻ ഭയത്തിന് അടിമയാകുമ്പോഴൊക്കെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കൊരു റിവ്യൂവിന്റെ ആവശ്യമുണ്ട്. 2014 ദിവസങ്ങൾ കൂടെ നമുക്കൊന്ന് തിരിഞ്ഞു പോകണം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനോട് ആവശ്യപ്പെട്ട 2 പ്രധാന കൽപ്പനകൾ. കർത്താവ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട 2 പ്രധാന കൽപ്പനകൾ. കമാൻഡ്മെന്റ് നമ്പർ 1, കൽപ്പന നമ്പർ ഒന്നറിയാമോ? ഭയപ്പെടരുത്. കൽപ്പന നമ്പർ 2, സിൻ നോട്ട്, പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നീ ഭയപ്പെടരുത്. പിന്നെ നീ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഹല്ലേലൂയ. 2015 കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. എന്താ നമുക്കുണ്ടാകേണ്ട തീരുമാനം? 2014 ഞാൻ അനേക സാഹചര്യങ്ങൾ ഭയപ്പെട്ടു പോയി. പക്ഷെ 2015 ഒരു ദിവസം പോലും ഭയപ്പെടുവാൻ ദൈവമേ അവിടുന്ന് എന്നെ അനുവദിക്കരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരണം. എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ലഭിച്ചാൽ 2015 മുഴുവൻ നിർഭയമായി ജീവിക്കാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. സെഖരിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, മറുപടി അയച്ചു. പക്ഷെ മറുപടി അയച്ചു എന്നുള്ള സൂചന എന്തായിരുന്നു? സെഖരിയാവേ നീ ഭയപ്പെടരുത്. സെഖരിയാവേ നീ ഭയപ്പെടരുത് എന്നാണ്. ഹല്ലേലൂയ. 400 വർഷത്തെ സൈലൻസിന് ശേഷം, നിശബ്ദതയ്ക്ക് ശേഷം ദൈവം അരുളി ചെയ്യുന്ന ആദ്യത്തെ വാക്ക ഭയപ്പെടേണ്ട എന്നുള്ളത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ, ഒരു കൂട്ടം ഇടയന്മാർ ആടിനെ കാത്തുകൊണ്ട് വെളിമ്പ്രദേശത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വർഗീയ സൈന്യം അവർക്ക് പ്രത്യക്ഷമായി. എന്തിനാ അവർക്ക് പ്രത്യക്ഷമായത്? അവർക്ക് പ്രത്യക്ഷമായ ഒരു വലിയ ദൂത് അവരോട് പറയാനാ. ഹല്ലേലൂയ. ഇതുവരെ ആരും കേട്ടില്ലാത്തൊരു ദൂത് ദൈവത്തിന് അവരോട് പറയാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് 2015 ഞാൻ 2014 ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആത്മീയ ദൂതുകൾ, ആത്മീയ സന്ദേശങ്ങൾ, ദൈവവചനത്തിന്റെ ആഴമേറിയ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ആഴമേറിയ സന്ദേശങ്ങൾ 2015 എനിക്ക് കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുന്ന ഒന്നാമത്തെ വാക്ക് എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞേ, എൻ്റെ പൈതലേ, നീ ഭയപ്പെടരുത്. എന്തോ ചെയ്യരുത്? നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ കഴിയാത്തത്? ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു, അനേക വിഷയങ്ങൾ കർത്താവേ അങ്ങ് എന്താ എന്നോട് സംസാരിക്കാഞ്ഞത്? ദൈവത്തിന്റെ മറുപടി എന്തെന്നറിയാമോ? ഞാൻ സംസാരിക്കാതിന്റെ കാര്യം നീ ചില വിഷയങ്ങൾ കണ്ട് പേടിച്ചു പോയി, അതുകൊണ്ടാണ്. ചില വിഷയങ്ങൾ നീ ഭ്രമിച്ചു പോയി, അതുകൊണ്ടാണ്. നമുക്ക് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്.
ഞാൻ നിന്റെ ദൈവമാ. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഒരു കൂട്ടം ഇടയന്മാരോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, ദൂതൻ ഇറങ്ങിയിട്ട് എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സകലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാൻ പോയാണ്. രാത്രി ദൈവം നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. 2015 ഒരു പുതിയ യുഗമായി, ഒരു പുതിയ ഏജായി, ഒരു പുതിയ കാലഘട്ടമായി നിന്റെ ജീവിതത്തിൽ മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഭയപ്പെടേണ്ട എന്ന് ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന അടുത്ത വർഷം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പുതിയ യുഗമായി മാറാൻ പോവുകയാണ്. ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കാൻ പോവുകയാണ്. ഇതിനധികം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് പുതിയ യുഗത്തിന്റെ ആരംഭം ദൈവം കുറിക്കാൻ പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷ കാലം മുഴുവനും വീണ്ടും 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 ആവർത്തിച്ച് 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 തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം എന്താണ്? ഭയപ്പെടേണ്ട. തന്റെ ടീച്ചിങ്ങിന്റെ മുഴുവൻ കണ്ടന്റ് എന്തുവാ? ഭയപ്പെടേണ്ട. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടുകൂടെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനെ ഭയപ്പെടുന്ന സകല കാര്യങ്ങളുടെ എടുത്ത് എണ്ണി എണ്ണി പറയാറുണ്ട്. എന്ത് തിന്നും എന്ന് ജീവനായി, എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടേണ്ട, അതിനെ ഭയപ്പെടേണ്ട, ഇതിനെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നൊരു ലോങ് ലിസ്റ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ പഠിപ്പീര് ആരംഭിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. എവിടെ വിശ്വാസ ജീവിതം ആരംഭിക്കേണ്ടത്? വിശ്വാസ ജീവിതം എവിടെ ആരംഭിക്കേണ്ടത്? വിശ്വാസ ജീവിതം ആരംഭിക്കേണ്ടത് ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയിൽ അതിനെ മുറുകെ പിടിച്ച് അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ നമ്മുടെ കർത്താവ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ശിഷ്യന്മാര് ഭയപ്പെട്ടു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നറിയാമോ? ഭയപ്പെടേണ്ട എന്ന് എന്നോട് പറഞ്ഞ എൻ്റെ കർത്താവ് എവിടെ പോയി? ഭയപ്പെടേണ്ട എന്ന് എന്നോട് പറഞ്ഞ എൻ്റെ കർത്താവ് എവിടെ പോയി? ഹല്ലേലൂയ. ഒരു സന്ധ്യാസമയം പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു തിബെരിയാസ് കടലിന്റെ അക്കരയ്ക്കോട്ട് പോകാൻ. അവരക്കരെ പോയി. അവൻ ഇറങ്ങി. വള്ളത്തെ കയറിപ്പോഴാ മനസ്സിലായ അവരേ ഉള്ളൂ കർത്താവില്ലെന്ന്. അവരേ ഉള്ളൂ കർത്താവില്ലെന്നുള്ള കാര്യം അപ്പോഴാ മനസ്സിലായത്. കുറേ ദൂരം അവർ തുടങ്ങി. കടലിളകി, കാറ്റ് പ്രതികൂലമായി, തണ്ടു വലിച്ചു 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 വലിച്ചവർ തകരാൻ. ഹല്ലേലൂയ. വേദശാസ്ത്രികൾക്ക് അനേക പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് അവരെ ഒറ്റയ്ക്ക് വിട്ടത്? എന്തിനാണ് കർത്താവ് അവരെ ഒറ്റയ്ക്ക് വിട്ടത്? കർത്താവ് അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കർത്താവിനെ പെട്ടെന്ന് വിളിച്ച് ഉണർത്താമായിരുന്നല്ലോ. എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഇപ്പൊ കൂടില്ലല്ലോ. എന്തിനാ കർത്താവ് അവരെ ഒറ്റയ്ക്ക് വിട്ടത്? ഇനി അവര് ഒറ്റയ്ക്ക് വിട്ട കർത്താവ് എന്തുകൊണ്ടാണ് ഈ സാഹചര്യം വരാൻ അനുവദിക്കാതിരുന്നത്? അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ മാർത്തയും മറിയയും കരയുന്നത് കണ്ട് കർത്താവും കരഞ്ഞപ്പോ യഹൂദന്മാര് ചോദിച്ചു, ഇവരോട് ഇത്രയും വലിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവന് ലാസർ മരിക്കാതെ ആക്കാൻ കഴിയുമായിരുന്നു. He should have stopped Lazarus from dying.
ഹല്ലേലൂയ. എന്തിനാ കർത്താവിന് ഒറ്റയ്ക്കിട്ടെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളോട് പറയാം. എൻ്റെ ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, കർത്താവിൻ്റെ ശാരീരിക സാന്നിധ്യം, കർത്താവിൻ്റെ അക്ഷരീക സാന്നിധ്യം. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നീ കണ്ടില്ലെങ്കിലും, ഹല്ലേലൂയ, നിന്നെ മുക്കിക്കളയാൻ ഉയർന്നു വരുന്ന തിരമാലകളെ പറ്റി അവൻ അറിവില്ലാത്തവനല്ല. സോറി, ഹല്ലേലൂയ. നിന്നെ മുക്കിക്കളയാൻ വരുന്ന തിരമാലകളെ പറ്റി നിന്റെ കർത്താവ് അറിവില്ലാത്തവനല്ല. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിനെ കണ്ടില്ല. പറയും, ദൈവശബ്ദം കേട്ടില്ലല്ലോ പാസ്റ്ററെ, ദൈവത്തിന്റെ കരം കണ്ടില്ലല്ലോ, ദൈവപ്രവൃത്തിയ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ, ദൈവം ഇറങ്ങി വന്നില്ലല്ലോ. എത്രയോ സമയമായി ഞങ്ങൾ തണ്ട് വലിച്ച് 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 ഈ ആഴക്കടൽ ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി കർത്താവ് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? കർത്താവിൻ്റെ കൈ ഇതുവരെ നീ കണ്ടിട്ടില്ലെങ്കിലും നിന്റെ വിഷയങ്ങൾ അവന് അറിയാത്തതല്ല. Your problems are not far away from his knowledge, even though you might still have not seen God's hand in favor of you. ഇനി രണ്ടാമതൊരു വലിയ പാഠം ദൈവത്തിന് പഠിപ്പിക്കണമെന്നുണ്ട്. രണ്ടാമത് വലിയ പാഠം എന്നറിയാമോ? രണ്ടാമത്തെ വലിയ പാഠം, വലിയ കാര്യങ്ങൾ നിന്നോട് പറയുക മാത്രം ചെയ്യുന്ന കർത്താവല്ല. വലിയ കാര്യങ്ങൾ നിന്നോട് പറയുക മാത്രം ചെയ്യുന്ന കർത്താവല്ല, മറിച്ച് വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. അതല്ലേ? He not only speaks great things, but he also does great things. വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുകയും കൂടെ ഈ കർത്താവിന്റെ പണിയാണ്. ഹല്ലേലൂയ. കുറച്ച് സമയം നോക്കിയപ്പം അവരൊരു കാര്യം കണ്ടു. അവരുടെ ബോട്ട് മുക്കിക്കളയാൻ ശ്രമിച്ച തിരമാലകളുടെ മണ്ടയ്ക്കൂടെ അതിനെ ഓരോന്നിനെ ചവിട്ടി താത്ത് ഒരുത്തൻ നടന്നു വരുന്നു. ഹല്ലേലൂയ. മെസ്സേജ്, ഒരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട. സോറി, ഹല്ലേലൂയ. 2014 നിന്റെ ജീവിത പടക് മുക്കിക്കളയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ നന്മ അപഹരിച്ചു കളയുമെന്ന് പറഞ്ഞു. തിബെരിയാസ് കടലിന്റെ അക്കരെ നീ കാണത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച് ഒരുപാട് തിരമാലകളെ ഇന്ന് രാത്രി പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയുമെങ്കിലും, ഹല്ലേലൂയ, തിബെരിയാസ് കടലിൽ നിന്നെ മുക്കിക്കളയും, നീ അക്കരെ കാണത്തില്ലെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ച തിരമാലകൾ പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ കടലിൽ നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒരു ശബ്ദത്തിന് നീ കാതോർത്തോണം. 2015 മുഴുവനും ഒരു ശബ്ദത്തിന് നീ കാതോർക്കണം. ഈ രാത്രി ആ തീരുമാനത്തോടെ തിരികെ പോകാവൂ. ഒരു ശബ്ദം മാത്രം എനിക്ക് കേട്ടാൽ മതി. Only one word, only one voice, Master, only one voice, Father. That's what I want to hear. എനിക്ക് ഇനി ഒരൊറ്റ ശബ്ദം മാത്രം കേട്ടാൽ മതി. ഹല്ലേലൂയ. തിരമാലകൾ തമ്മിൽ അടിക്കുന്ന ആഴിയുടെ ഇരമ്പല കഴിഞ്ഞ രാത്രി മുഴുവൻ കേട്ടത്. 2014 മുഴുവൻ കേട്ടത് കാറ്റിന്റെയും ഓളത്തിന്റെയും തിരമാലകളുടെയും കടലിന്റെ ആർത്തിരമ്പുന്ന പ്രതികൂലത്തിന്റെ ശബ്ദമാണ്. ആർത്തിരമ്പുന്ന പ്രതികൂലത്തിന്റെ ശബ്ദം ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നീ കേട്ടതാണെങ്കിൽ
ഇന്ന് രാത്രി മുതൽ നീ കാതോർത്തോണം. അതിൻ്റെ നടുവിൽ നീ വേറൊരു ശബ്ദം കേൾക്കാൻ പോവാ. വേറൊരു ശബ്ദം. ഭയപ്പെടേണ്ട പത്രോസേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട പത്രോസേ. ഇനി നീ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കോ. നീ മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് നിന്നോട് വാത് കെട്ടി, നീ മുന്നോട്ട് പോകത്തില്ലെന്ന് നിന്നോട് മത്സരിച്ച, നിനക്കെതിരായി ഉയർന്നു വന്ന സകല തിരമാലയും, ഹല്ലേലൂയ, നിന്റെ കർത്താവിന്റെ കാൽക്കീഴായിരിക്കുന്ന ദൃശ്യമായി നിന്നെ കാണാനുണ്ട്. നിന്റെ കർത്താവിന്റെ കാൽക്കീഴായിരിക്കുന്ന ദൃശ്യമാ ഇന്ന് രാത്രി മുതൽ നിന്നെ കാണാനുള്ളത്. ഹല്ലേലൂയ. രാത്രി നമുക്ക് ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രി ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. രാത്രി ദൈവം നമ്മുടെ ഹൃദയമായി സംസാരിച്ച് തന്റെ വചനത്തിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തി പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞെ, എൻ്റെ കുഞ്ഞെ, എൻ്റെ കുഞ്ഞെ, നീ എന്തിനായി ഭയപ്പെടുന്ന വിഷയങ്ങളെ നോക്കുന്നത്? നീ എന്തിനാ അതിനെ നോക്കുന്നത്? അതിന്റെ മുകളിലോട്ട് നോക്കിക്കേ. നിന്റെ കണ്ണുകളൊന്ന് ഉയർത്തി ഒരു മുകളിലേക്ക് നോക്കിക്കേ. എന്റെ മുകളിലിരിക്കുന്ന എന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിലിരിക്കുന്ന എന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലയോ? എന്റെ സ്വർഗീയ പിതാവ് അനുവദിക്കാതെ ഒരു ഭാരവും, ഒരു പ്രശ്നവും, ഒരു നൊമ്പരവും, ഒരു വെല്ലുവിളിയും, ഒരു വേദനയും, ഒരു എതിർപ്പും, ഒരു കഷ്ടതയും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിയന്ത്രണത്തിനപ്പുറം, എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിയന്ത്രണത്തിനപ്പുറം ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല എന്നുള്ളത് കൊണ്ട് സകല പ്രശ്നങ്ങളെ നോക്കി ഞാൻ പറയാൻ പോകാ, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഭയപ്പെടത്തില്ല, ഭയപ്പെടേണ്ട എന്നോട് പറഞ്ഞവൻ എന്റെ പ്രശ്നങ്ങളുടെ മുകളിലുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. അവന്റെ കയ്യിൽ മറുപടിയുണ്ട്. അവൻ ചില പുതിയത് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകൾ എൻ്റെ ജീവിതത്തിനെതിരെ ഉയർന്നു വന്ന സകല തിരമാലയും അവൻ ചവിട്ടി മെതിച്ച് പരിഹരിച്ച് അതിന് മുകളിലൂടെ നടക്കുന്ന ഒരു അനുഭവം 2015 എനിക്ക് തരാൻ പോകും. രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളൊരു ദൂതേറ്റെടുക്കണം, വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. 2015 നിനക്ക് നൃത്തം ചെയ്യാനുള്ള വർഷമാണ്. നൃത്തം ചെയ്യാനുള്ള വർഷമാണ്. ഇതിന് മുകളിൽ കൂടാണെന്നറിയാമോ? 2014 നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച വലിയ തിരമാലകളുടെ ഓളങ്ങളുടെ മുകളിലൂടെ നീ നൃത്തം ചെയ്യാനുള്ള വർഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കമിട്ട് 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 ചില വിഷയങ്ങൾ ഇന്ന് രാത്രി എണ്ണി പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രി എണ്ണി പറഞ്ഞ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രി ദൈവത്തോട് പറയാണ്, എൻ്റെ സ്വർഗീയ പിതാവേ, ഇതെല്ലാം എന്നെ ഭാരപ്പെടുത്തിയതാണ്, ഞാൻ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. ഇവിടങ്ങളിൽ തകർന്നു പോകും, ഒരടിയിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ജീവിതത്തിന് മുമ്പിൽ അതിർവരമ്പ് നിശ്ചയിച്ച് ആയുഷിനോടും ആരോഗ്യത്തിനോടും നന്മയോടും അനുഗ്രഹങ്ങളോടും ഉയർച്ചയ്ക്കും അതിർവരമ്പ് വെച്ച് ഇവിടെ കൊണ്ട് തീർന്നു പോയെന്ന് എന്നോട് പറഞ്ഞ വിഷയങ്ങളുണ്ട്. 2014 അവസാനം ഭയപ്പെടേണ്ട എന്ന് അരുളിച്ച് തങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് വിഷയങ്ങളുടെ മണ്ടയിൽ കൂടെ നൃത്തം ചെയ്യുന്നതിന് എൻ്റെ കാലുകളെ അവിടുന്ന് മാൻപേട കാലുകൾക്ക് തുല്യമാക്കും. എൻ്റെ കാലുകളെ അവിടുന്ന് മാൻപേട കാലുകൾക്ക് തുല്യമാക്കും.
രാത്രി വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. നാം സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു 2015 വരവേൽക്കാൻ പോകുക. നമുക്കെല്ലാം ദൈവസന്നിധി നേരിട്ട് നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ.